എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 30-31 വാക്യങ്ങൾ ആസ്പദമാക്കിയാണ്. മത്തായി 9:30-31. പിന്നെ യേശു, നോക്കുവിൻ, ആരും അറിയരുത് എന്ന് അമർച്ചയായി കൽപ്പിച്ചു. അവരോ പുറപ്പെട്ട് ആ ദേശത്തിലൊക്കെയും അവൻ്റെ ശ്രുതിയെ പരത്തി. അവരുടെ കണ്ണ് തുറന്നു. ആരും അറിയരുതെന്ന് കർത്താവ് അവരോട് കൽപ്പിച്ചു. യേശുവിൻ്റെ സൗന്ദര്യം അവരാദ്യം കണ്ടു. ജന്മനാ കുരുടന്മാരായിരുന്ന ഈ രണ്ട് ആളുകൾ തങ്ങളുടെ അന്ധകാരം മാറി പ്രകാശം ലഭിക്കുമ്പോൾ ആദ്യം കണ്ടത് കർത്താവിൻ്റെ മുഖമാണ്. 10,000-ങ്ങളിൽ സുന്ദരനായ കർത്താവിൻ്റെ മുഖം. എത്ര ധന്യമായ ജീവിതമായിരിക്കും അവരുടേത്. നമ്മുടെ കർത്താവിൻ്റെ സൗന്ദര്യം ദൈവം നൽകിയ പ്രകാശത്താൽ ആസ്വദിക്കാൻ കഴിയുന്നത് ആയുസ്സിൻ്റെ വലിയ ഭാഗ്യമാണ്. യേശുവിൻ്റെ സൗന്ദര്യത്തെ കാണാൻ കഴിവില്ലാത്തവരായി വളരെയധികം പേരും ആത്മീയ കുരുടന്മാരാണ്. യേശുവിനെ കർത്താവെന്ന് മനസ്സിലാക്കി ഏറ്റുപറഞ്ഞു. അവങ്കലേക്ക് വരുമ്പോൾ നമ്മുടെ ആത്മീയ കാഴ്ച നമുക്ക് ലഭിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 39 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിലും ഒരു ചെറുപ്പക്കാരനായ കുരുടനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. മശിഹ എന്ന നിലയിൽ അവൻ കുരുടന് കാഴ്ച കൊടുക്കുന്നു. കാണുന്ന കണ്ണ് കർത്താവ് കൊടുക്കുന്നു. വിശ്വാസികൾ എന്ന അവസ്ഥയ്ക്ക് നമ്മുടെ ഹൃദയ കണ്ണുകൾ തുറന്നിരിക്കേണ്ടതാണ്. യേശുവിനെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ച മങ്ങുമ്പോൾ നമ്മൾ മര്യാദ വിട്ട് നടക്കാൻ തുടങ്ങും. വിശ്വാസികളെന്നറിയപ്പെടുന്ന പലരും ഹ്രസ്വദൃഷ്ടിയുള്ളവരാണ്. നിത്യതയെക്കുറിച്ച് വളരെ അകന്ന കാഴ്ച മാത്രമേ അവർക്കുള്ളൂ. ഇപ്പോൾ എല്ലാം ഭംഗിയായി നടക്കണം, ഭൗമിക ഉല്ലാസവും സന്തോഷവും അനുഭവിക്കണം എന്നതാണ് അവരുടെ ചിന്ത. ഇത് തികച്ചും നിർഭാഗ്യകരമാണ്. നമ്മുടെ ആത്മീയ കാഴ്ച നമ്മൾ പ്രാപിക്കുകയും യേശുവിനെ കാണാൻ കഴിയുകയും ചെയ്യുമ്പോൾ സ്തുതിക്കായി നാം നമ്മുടെ വായെ തുറക്കും. ഈ ഒരു കാര്യം അടുത്ത അത്ഭുതത്തിൽ പ്രകടമാണ്. ആരും അറിയരുതെന്ന് അമർച്ചയായി കൽപ്പിച്ചതിൻ്റെ കാരണം അത്ര വ്യക്തമല്ല. കർത്താവ് പരസ്യങ്ങളാൽ തന്നിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കാൻ ശ്രമിച്ച ഒരു ആത്മീയ ഗുരുവല്ല. കർത്താവ് പല അത്ഭുതങ്ങൾ ചെയ്തിട്ടും കർത്താവിനെ അംഗീകരിക്കാനോ മഹത്വപ്പെടുത്താനോ തുനിയാത്ത ആളുകളുമുണ്ട്. താൻ പരസ്യമായി ചെയ്ത വീര്യപ്രവർത്തികൾ അവർ കണ്ടിട്ടും കർത്താവിനെ നിഷേധിച്ചത് ന്യായവിധി ദിവസത്തേക്കുള്ള ഒരു കുറ്റമായി അവശേഷിക്കാം. നമ്മുടെ ജീവിതത്തിൽ എത്രയോ അനുഭവങ്ങൾ ദൈവിക അനുഭവങ്ങളായി നമുക്ക് കർത്താവ് നൽകിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ പരിമിതികളിൽ കർത്താവിൻ്റെ സാന്നിധ്യവും സ്പർശവും നമ്മെ ഒരു പുതിയ ജീവിതത്തിലേക്ക് നയിച്ചു. പുതിയ വഴികൾ നമുക്കായി തുറക്കപ്പെട്ടു. അത് പ്രഘോഷിക്കുകയും ആസ്വദിക്കുകയും മറ്റുള്ളവരുടെ മുൻപാകെ സാക്ഷിയായി നിൽക്കേണ്ടതും അനിവാര്യമാണ്. ഈ കുരുടന്മാർ നമ്മളോട് പറയുന്നത് ഈ ഒരു വലിയ യാഥാർത്ഥ്യമാണ്. നമ്മുടെ ആത്മീയ അന്ധതയെ മാറ്റിയ കർത്താവിനെ നമ്മുടെ വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും സാക്ഷ്യം കൊണ്ടും ഉയർത്തിക്കാട്ടുക എന്നത് നമ്മുടെ ദൗത്യമാണ്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ കർത്താവെ, പുതിയ പ്രഭാതത്തിനായും അതിൻ്റെ സാധ്യതയ്ക്കായും സ്തോത്രം. പകൽക്കാലം അങ്ങയുടെ സാന്നിധ്യം അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു മിശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ പ്രകാശവും സാന്നിധ്യവും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.